പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പറായ ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 3ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ഇനി നമ്മൾ പറയുന്നത്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവകാശങ്ങളും ചുമതലകളും, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതാണ് 4ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന ഭാഗം നോക്കാം. എന്താണ് അവകാശങ്ങൾ? മീനിങ് ഓഫ് റൈറ്റ്. ഒരു പരിഷ്കൃത ജീവിതത്തിന് ഒരു മനുഷ്യന് അവകാശങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തികൾക്ക് തൻ്റെ വ്യക്തിത്വം പരമാവധി വികസിപ്പിക്കുന്നതിന് അവകാശങ്ങൾ നിലനിൽക്കണം. അവകാശങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യവസ്ഥകളാണ്. അതില്ലാതെ ഒരു മനുഷ്യനും തൻ്റെ ഏറ്റവും മികച്ചതായി ജീവിക്കാനാവില്ല എന്നാണ് വലിയ രാഷ്ട്രീയ ചിന്തകനായ ലാസ്കി പറയുന്നത്. അതുകൊണ്ടാണ് ലാസ്കി പറഞ്ഞത്, ഓരോ രാജ്യവും അറിയപ്പെടുന്നത് അവിടെയുള്ള ജനങ്ങളുടെ പരമാവധി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലാണ്. ഒരു രാജ്യത്തെ എത്രമാത്രം അവിടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നതിലാണ് ഓരോ രാജ്യവും അറിയപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവകാശങ്ങളെന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ്. അതില്ലാതെ ഒരു മനുഷ്യനും തൻ്റെ ഏറ്റവും മികച്ചതായ ജീവിതം സാധ്യമല്ല എന്നാണ് ലാസ്കി പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻ നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഏണസ്റ്റ് ബാർക്കറിൻ്റെ അഭിപ്രായം നോക്കാം. അദ്ദേഹം പറയുന്നത്, വ്യക്തിത്വത്തിൻ്റെ കഴിവുകളുടെ ഏറ്റവും വലിയ വികാസത്തിന് ആവശ്യമായ ബാഹ്യ സാഹചര്യങ്ങളാണ് അവകാശങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിത്വത്തിൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്നാണ് ഏണസ്റ്റ് ബാർക്കർ പറയുന്നത്. ലാസ്കി പറയുന്നത്, അവകാശങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ്. അതില്ലാതെ ഒരു മനുഷ്യനും പൊതുവെ തൻ്റെ ഏറ്റവും മികച്ചതായിരിക്കാനാവില്ല. അതൊരു അവസ്ഥയാണ്, അതിനുള്ള അവസ്ഥയാണ് എന്നാണ് ലാസ്കി പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അവകാശങ്ങളുടെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റ്. ഒരുപാട് സവിശേഷതകൾ അവകാശങ്ങൾക്കുണ്ട്. ഒന്നാമത്തേതായി നമുക്ക് പറയാനുള്ളത്, അവകാശങ്ങൾ സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്. സമൂഹത്തിലാണ് അവകാശം നിലനിൽക്കുന്നത്. സമൂഹത്തിന് പുറത്ത് അവകാശങ്ങൾക്ക് പ്രസക്തിയില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന ചോദ്യം ഉയരുന്നത് ഒരു സമൂഹത്തിലാണ്. അപ്പോൾ ഒരു വ്യക്തി സമൂഹത്തിന് പുറത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അയാൾക്ക് അവകാശത്തെക്കുറിച്ചുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. അതേസമയത്ത് ആ വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് അയാൾക്ക് അവകാശത്തെക്കുറിച്ചുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നത്, അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുന്നത്, അവകാശങ്ങൾ പ്രസക്തമാവുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ അവകാശങ്ങൾ സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, അവകാശങ്ങളും കടമകളും ഒരുമിച്ച് പോകുന്നുണ്ട്. ഓരോ അവകാശത്തിനും അതിനനുസൃതമായ കടമകളുണ്ട്. ഒരാളുടെ അവകാശങ്ങൾ മറ്റൊരാൾക്ക് കടമയാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അവന് ജീവിക്കാൻ അനുവദിക്കേണ്ടത് മറ്റുള്ളവരുടെ കടമയാണ്. അതിനാൽ അവകാശങ്ങളും കടമകളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നിങ്ങൾക്ക് കൈവീശാനുള്ള അവകാശമുണ്ട്, പക്ഷേ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ്റെ മേത്ത് തട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കൈവീശാൻ അവകാശമില്ല. കാരണം അവന് ജീവിക്കാനുള്ള അവകാശം, അവന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അവകാശം എന്ന് പറയുന്നത് കടമയോടൊപ്പം ഒരുമിച്ച് പോകുന്നതാണ്. മറ്റൊന്ന്, അവകാശങ്ങൾ സമൂഹത്തിൻ്റെ പൊതു നന്മയെ പ്രോത്സാഹിപ്പിക്കണം. ഏതൊരു അവകാശവും സാമൂഹ്യ നന്മയ്ക്ക് മാത്രമായി ഉപയോഗിക്കണം. അവകാശങ്ങൾ അരാജകത്വ സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അത് പൊതുസമൂഹത്തിൽ, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അങ്ങനെയുള്ളത് അതാണ് അവകാശം എന്ന് പറയുന്നത്. അതല്ലാതെ അരാജകത്വം ഉണ്ടാക്കാൻ തോന്നിയ പോലെ ചെയ്യുന്നതല്ല അവകാശം. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മയെ അത് ഉയർത്തിപ്പിടിക്കുന്നതാണ് അവകാശം എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവകാശങ്ങൾ നിശ്ചലമല്ല. അവകാശങ്ങളുടെ സ്വഭാവങ്ങൾ മാറ്റത്തിന് വിധേയമാണ്. അത് നിശ്ചലമായി ഇങ്ങനെ നിൽക്കുന്നില്ല. അവ വളരുകയും മാറുകയും ചെയ്യുന്നു. സമൂഹത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവകാശങ്ങൾ മാറുന്നുണ്ട്. അത് നിശ്ചലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല. ഉദാഹരണത്തിന്, വ്യാവസായിക വികാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരാളുടെ സ്വത്ത് അനിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള അവകാശം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ. എന്നാൽ 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യമായപ്പോഴേക്കും മിക്കവാറും എല്ലാ രാജ്യങ്ങളും സ്വത്തിലേക്കുള്ള അവകാശം ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരേപോലെ തുടരില്ല, അതിന് മാറ്റങ്ങൾക്ക് വിധേയപ്പെടും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ
ഇപ്പോൾ സ്വത്തിനുള്ള അവകാശം മൗലികാവകാശമായിരുന്നു, അതേസമയത്ത് പിന്നീട് അത് സാധാരണ അവകാശത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവകാശങ്ങൾ എല്ലാ കാലത്തും ഒരേ രീതിയിലായിരിക്കില്ല. അവകാശങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ വികസിച്ച് കൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനുമുള്ള അവകാശങ്ങൾ നിരന്തരമായിട്ട് ദീർഘകാലം നമ്മൾ ചർച്ച ചെയ്ത് നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. അക്കാലത്ത് പക്ഷേ ട്രാൻസ് വിഭാഗങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നിരുന്നില്ല. പക്ഷേ പുതിയ കാലത്തെത്തിയപ്പോഴേക്കും ആ മനുഷ്യർക്ക് കൂടി അവകാശമുണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ ലോകം എത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അവകാശങ്ങൾ എന്ന് പറയുന്നത് നിന്ന സ്ഥലത്ത് നിൽക്കുന്നില്ല, അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ് എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, അവകാശങ്ങളെ ഭരണകൂടം സംരക്ഷിക്കണം. അതിന് ഭരണകൂടം നിയമങ്ങളിലൂടെ അവകാശങ്ങൾ സംരക്ഷണം ഉറപ്പു നൽകണം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഭരണകൂടം ശിക്ഷിക്കണം. വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുന്നത് രാജ്യത്തെ ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെ മനുഷ്യരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അവകാശങ്ങൾ സാർവത്രികമാണ്. സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യകുലത്തിൽ ജനിക്കുന്നതോടെ അയാൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തുല്യമായ അവകാശങ്ങൾ ലഭിക്കേണ്ടതാണ്. മനുഷ്യനായി ജനിക്കുന്നു എന്നതോടുകൂടി തന്നെ ആ വ്യക്തി അവകാശങ്ങൾക്ക് ബാധ്യസ്ഥപ്പെട്ടവൻ, അവകാശത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഇന്ത്യയിൽ ജനിക്കുന്ന ആൾക്ക് ഇന്ത്യയിൽ മാത്രം അവകാശം, അങ്ങനെയല്ല. ലോകത്ത് ഏത് മനുഷ്യനും മനുഷ്യകുലത്തിൽ ജനിക്കുന്നതോടുകൂടി തന്നെ അവകാശങ്ങളുണ്ട്. പക്ഷെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്രനായി മനുഷ്യൻ ജനിക്കുന്നെങ്കിലും മനുഷ്യൻ ചങ്ങലിലാണ് എന്നൊക്കെ റൂസോ പറയുന്നത്. അപ്പോൾ മനുഷ്യനായി ജനിക്കുന്ന എല്ലാ മനുഷ്യനും അവകാശമുണ്ട്. അത് അഭയാർത്ഥികൾക്ക് അവകാശമുണ്ട്. പലായനം ചെയ്യപ്പെടുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നമുക്ക് ലോകത്ത് കാണാം. ആ മനുഷ്യർക്കും ജീവിക്കാനൊക്കെയുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ അത് അവിടെയുള്ള ഭരണകൂടങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥലത്ത് ജനിക്കുന്ന ആളുകൾക്ക് പ്രിവിലേജായി കിട്ടുന്നതല്ല. മനുഷ്യകുലത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ സാർവത്രികമാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ടൈപ്സ് ഓഫ് റൈറ്റ്. നമുക്ക് അവകാശങ്ങളെ വിശാലമായിട്ട് 3 വിഭാഗമായിട്ട് തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ റൈറ്റ്, മറ്റൊന്ന് മോറൽ റൈറ്റ്, മറ്റൊന്ന് ലീഗൽ റൈറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും അവകാശങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത് അത് സ്വാഭാവിക അവകാശങ്ങളെന്ന് പറയും. പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ് സ്വാഭാവിക അവകാശങ്ങൾ. ഇപ്പോൾ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം, ഇവ 3ഉം മനുഷ്യനായി ജനിക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായും എല്ലാ മനുഷ്യനുമുള്ള അവകാശത്തെയാണ് നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത്. 17-18 നൂറ്റാണ്ടുകളിലെ സാമൂഹ്യ കരാർ, സോഷ്യൽ കോൺട്രാക്റ്റ് ചിന്തകരായ അവരാണ് ഈ സ്വാഭാവിക അവകാശങ്ങളെന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. അക്കാലത്ത് നമുക്കറിയാം, മധ്യകാലത്തിൽ നിന്നും ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ, നവോത്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി വരുമ്പോൾ മനുഷ്യർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമാവുന്നൊരു കാലത്ത്, അക്കാലത്താണ് ഈ 17-18 നൂറ്റാണ്ടുകളിലാണ് ആധുനിക ലോകം പിറന്നപ്പോഴാണ് ഈ മനുഷ്യന് അവകാശങ്ങളുണ്ട് എന്നുള്ള ആലോചനകൾ വലിയ രീതിയിൽ വികസിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ വികസിക്കുമ്പോൾ ഏത് മനുഷ്യനും ഈ നാച്ചുറൽ റൈറ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും സ്വാഭാവിക അവകാശം മനുഷ്യൻ ജന്മനാലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. ഇവ 3ഉം മനുഷ്യൻ്റെ നാച്ചുറൽ റൈറ്റാണ് എന്നുള്ള ആലോചനകൾ വരുന്നത്. അത് അക്കാലത്തെ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി ചിന്തകരാണ് അതിന് വലിയ സംഭാവനകൾ നൽകുന്നത്. സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് ഈ നാച്ചുറൽ റൈറ്റ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ആർക്കും ഒരു കാലത്തും എടുത്തു കളയാൻ കഴിയാത്ത അവകാശങ്ങളാണ് ഈ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നതെന്ന് അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനമായ അവകാശമാണെന്നും മനുഷ്യകുലത്തിൽ ഏതൊരു മനുഷ്യനും ജനിക്കുന്നതോടുകൂടി തന്നെ ആ അവകാശങ്ങളുണ്ടെന്നും മനുഷ്യൻ ദീർഘകാലം മുമ്പ് എന്നാണോ മനുഷ്യകുലം ആരംഭിക്കുന്നത് അന്നു മുതൽ തന്നെ ആ അവകാശങ്ങൾ ജനിക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അത് തകർക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറിസ്റ്റുകളാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്. അതിനാണ് നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മോറൽ റൈറ്റാണ്. മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ധാർമ്മികമായ അവകാശങ്ങൾ, സമൂഹത്തിൻ്റെ അവകാശങ്ങളുടെ മറ്റൊരു തരമാണ് മോറൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ധാർമ്മിക അവകാശങ്ങൾ സമൂഹത്തിൻ്റെ ധാർമ്മിക വികാരങ്ങളെയും ധാർമ്മിക ബോധത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മോറൽ റൈറ്റ് എന്ന് പറയുന്നത്. ഈ അവകാശങ്ങൾക്ക് പിന്നിൽ നിയമപരമായ ശക്തിയില്ല.
അവ നടപ്പാക്കുന്നത് നിയമപ്രകാരമല്ല, മറിച്ച് പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ ആ വഴിയിലാണ്, ആ പൊതുജനാഭിപ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ധാർമ്മിക അവകാശങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മാതാപിതാക്കൾക്ക് അവരുടെ വാർദ്ധക്യ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആ കാലത്ത് കുട്ടികൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണമെന്ന് അത് ലീഗലായിട്ടുള്ള അവകാശമൊന്നുമല്ല. അത് മാതാപിതാക്കൾക്ക് കുട്ടികൾ എന്തായാലും ചെയ്തു കൊടുക്കണം നിർബന്ധമൊന്നുമല്ല. പക്ഷേ അത് നമ്മളെ സമൂഹത്തിൻ്റെ മോറൽ അവകാശമാണ്, ധാർമ്മികമായ അവകാശമാണ്. അതാണ് ധാർമ്മിക അവകാശം എന്ന് പറയുന്നത്. ഏതൊരു സമൂഹത്തിലെയും ധാർമ്മികമായ സങ്കല്പങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് മോറൽ റൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ലീഗൽ റൈറ്റാണ്. ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അധികാരങ്ങളാൽ അംഗീകരിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ചില അവകാശങ്ങളാണ് നിയമപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തെ നിയമത്തിൻ്റെ ലീഗാലിറ്റി ഉള്ള അവകാശങ്ങളെയാണ് നിയമപരമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ ലംഘനത്തിന് രാജ്യം അവയെ ശിക്ഷിക്കും. ആരെങ്കിലും ലംഘിച്ചാൽ അതിൽ അവരുള്ള പൗരന്മാരെ ശിക്ഷിക്കും. അപ്പോൾ നിയമപരമായ അവകാശങ്ങളെ പൊതുവെ നമ്മൾ സിവിൽ റൈറ്റ് എന്നും പൊളിറ്റിക്കൽ റൈറ്റ് എന്നും എക്കണോമിക്കൽ റൈറ്റ് എന്നും ഇങ്ങനെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സിവിൽ റൈറ്റ് എന്ന് പറയുന്നത് മാന്യമായ ഒരു പൗരജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നവയാണ് പൗരാവകാശം എന്ന് പറയുന്നത്. അതൊരു ലീഗൽ റൈറ്റാണ്. ജീവിക്കാനുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, ചിന്തക്കുള്ള അഭിപ്രായത്തിനുള്ള അവകാശങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, കുടുംബത്തിനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇതൊക്കെ ഈ പൗരാവകാശത്തിൻ്റെ ഭാഗമാണ്, സിവിൽ റൈറ്റിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് പൊളിറ്റിക്കൽ റൈറ്റാണ്. അതൊരു ലീഗൽ റൈറ്റാണ്. ഭരണകൂടത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പൗരന്മാരെ പ്രാപ്തമാക്കുന്ന പ്രത്യേക അവകാശങ്ങളാണ് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നത്. ഈ അവകാശങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അതേപോലെ അത്തരം പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം, ഇങ്ങനെയുള്ളതൊക്കെ പൊളിറ്റിക്കൽ അവകാശമാണ്. ഇതും രാജ്യത്തെ ലീഗൽ അവകാശമാണ്. മറ്റൊന്ന് എക്കണോമിക്കൽ റൈറ്റാണ്, സാമ്പത്തിക അവകാശം. അതും ഒരു ലീഗൽ റൈറ്റിൽപ്പെട്ടതാണ്. വ്യക്തികളുടെ സാമ്പത്തിക വികസനത്തിന് അത്യന്താപേക്ഷിതമായ അവകാശങ്ങളെയാണ് സാമ്പത്തിക അവകാശങ്ങളെന്ന് പറയുന്നത്. ജോലി ചെയ്യാനുള്ള അവകാശം, വേതനത്തിനുള്ള അവകാശം, സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശം, അങ്ങനെ ഉള്ള അവകാശങ്ങൾ, വിശ്രമത്തിനുള്ള അവകാശം, തൊഴിലില്ലായ്മ, വാർദ്ധക്യ സാഹചര്യങ്ങളിൽ രാജ്യം സഹായിക്കണം, അങ്ങനെയുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിലുള്ള അവകാശം, തൊഴിൽ മേഖലയിൽ സമരം ചെയ്യാനുള്ള എന്തെങ്കിലും തൊഴിൽ മേഖലയിൽ ചൂഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെയാണ് എക്കണോമിക്കൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇതും ലീഗൽ റൈറ്റിൻ്റെ ഭാഗമാണ്. ഇത്രയുമാണ് നമ്മൾ കൈൻഡ്സ് ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചാണ്, മൗലികാവകാശത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിന് അത്യന്താപേക്ഷിതമായ ചില അവകാശങ്ങൾ ഓരോ വ്യക്തികൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത്രയും അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അത് രാജ്യത്തെ ഭരണഘടന, ഈ അവകാശങ്ങൾ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുകയും കോടതി അവ സംരക്ഷിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു വ്യവസ്ഥയെയാണ് നമ്മൾ മൗലികാവകാശങ്ങളെന്ന് പറയുന്നത്. ഭരണഘടനയിൽ അത് പറയും, അത് കോടതി സംരക്ഷിക്കും. ഇതിനെയാണ് മൗലികാവകാശങ്ങളെന്ന് പറയുന്നത്. ആധുനിക ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടായി വന്നപ്പോഴാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം തന്നെ ഉണ്ടായത്. കാരണം ആധുനിക ഭരണഘടനാ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹ്യ നിയന്ത്രണവും തമ്മിൽ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്നായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഈ പ്രശ്നം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ വിജയവും പരാജയവും പൗരന്മാർക്ക് പൗരാവകാശം എത്രത്തോളം ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ജനാധിപത്യ രാജ്യവും വ്യക്തിത്വത്തിൻ്റെ പരമാവധി വികസനം ലക്ഷ്യമിടുന്നു. ഈ വ്യക്തിത്വം അവൻ്റെ സ്വതന്ത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിലവിലുള്ള ഭരണകൂടത്തെ തന്നെ അപകടത്തിലാക്കാതെ പരമാവധി സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് ഉറപ്പാക്കാൻ എല്ലാ ജനാധിപത്യ രാജ്യവും പൂർണ്ണ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ ആവശ്യത്തിനായി സ്വീകരിച്ച പൊതു ഉപാധി അവരവരുടെ രാജ്യങ്ങളിലെ ഭരണഘടനയിൽ മൗലികാവകാശം എന്ന ഒരു ലിസ്റ്റ് ഉൾപ്പെടുത്തുക. അങ്ങനെ ആ രാജ്യത്തെ ഭരണകൂട അധികാരങ്ങളുടെ ലംഘനത്തിൽ നിന്നും മറ്റു എല്ലാവിധ ലംഘനങ്ങളിൽ നിന്നും അവിടെയുള്ള മനുഷ്യർക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകുക എന്നതാണ്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ നിലനിർത്തുക എന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അങ്ങനെ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള വികാസത്തിന് അത്യന്താപേക്ഷിതമായ ചില അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾപ്പെടുത്തി. ഇതാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഈ യൂണിറ്റിൻ്റെ അവസാന ഭാഗമാണ് നോക്കുന്നത്. സേഫ് ഗാർഡ്സ് ഓഫ് റൈറ്റ്സ്,
അവകാശങ്ങൾക്കുള്ള സംരക്ഷണം. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള രീതികളാണ് നോക്കുന്നത്. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അവ ഒരു ലിഖിത ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അവ രേഖാമൂലമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭരണഘടന അതിനെ സ്വാഭാവികമായിട്ടും സംരക്ഷിക്കും. ഭരണഘടന പ്രവർത്തനക്ഷമമായിരിക്കുന്നിടത്തോളം കാലം അവകാശങ്ങൾ സുരക്ഷിതമായി നിൽക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നിയമനിർമ്മാണ സഭയോ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ മറ്റുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നത് തടയാൻ അധികാര വിഭജനം ഉണ്ടാവണമെന്നാണ്. നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ 3 വകുപ്പുകളിലായിട്ട് അവകാശങ്ങൾ വിഭജിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇപ്പോൾ ലെജിസ്ലേച്ചർ ഒരു നിയമം കൊണ്ടുവന്ന് വ്യക്തികളുടെ, പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ജുഡീഷ്യറി ഇടപെടുന്നു. എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ചില തീരുമാനത്തിലൂടെ, ഓർഡറിലൂടെയൊക്കെ വ്യക്തികളുടെ അവകാശങ്ങൾ നേരെ കടന്നു കയറി കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ലെജിസ്ലേച്ചറും അതേപോലെ ജുഡീഷ്യറിയൊക്കെ ഇടപെടും. അപ്പോൾ അധികാരങ്ങൾ വിഭജിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ശക്തവും ഫലപ്രദവുമായ പൊതുജനാഭിപ്രായം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ബോധവാന്മാരാണെങ്കിൽ അവകാശങ്ങൾ ലംഘിക്കാൻ സാധ്യമല്ല. ഗവൺമെൻറ്റിനാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും സംഘടനകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും പൗരന്മാർ വളരെ ജാഗ്രതയോടെ നിൽക്കുമ്പോൾ അവകാശങ്ങൾ ലംഘിക്കാൻ സാധ്യമല്ല. മറ്റൊന്ന്, അധികാര വികേന്ദ്രീകരണം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരാളുടെ കയ്യിൽ, ഏതെങ്കിലും ഒരു അധികാരിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു സംഘം അധികാരികളുടെ കയ്യിലോ മാത്രം അധികാരം ഒതുങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവകാശങ്ങൾ ലംഘിക്കപ്പെടും. അതില്ലാതിരിക്കുക, അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുക. അധികാരങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പോലെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് വരെയൊക്കെ അധികാരങ്ങൾ വിഭജിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെയിലേക്ക് അത് വളരെ വിപുലമായി നടക്കുമ്പോൾ മാത്രമേ അധികാരങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിലോ ഒരു കൂട്ടം ആളുകളുടെ കയ്യിലോ മാത്രമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവകാശങ്ങൾ ലംഘിക്കപ്പെടും. അതില്ലാതിരിക്കാൻ അധികാരങ്ങൾ ഇങ്ങനെ വികേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം മാർഗങ്ങളിലൂടെ ഏതൊരു രാജ്യത്തിലും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയും എന്നാണ് നമ്മൾ സേഫ് ഗാർഡ് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ പറയാനുള്ളത്. നമുക്ക് മറ്റു കാര്യങ്ങൾ അടുത്ത യൂണിറ്റിൽ പറയാം.